ഇനി നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം നമ്മുടെ വേണിച്ചേട്ടനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം വേണിച്ചേട്ടാ. ഹായ് ഡെയിൻ. ഹായ്. ഹലോ ഓൾ. എന്താണ് നമ്മളോട് എല്ലാവരോടും ഈ പുതുവർഷ വേളയിൽ പറയാനുള്ളത്? വിഷ് യു ഓൾ plenty of luck in this new year. അപ്പോ 2024 ഫുൾ കളർഫുൾ ആവട്ടെ ലൈഫ് അല്ലേ? Yes. ഞങ്ങൾക്ക് വേണ്ടി ഒരു അടിച്ചുപൊളി പാട്ട് 4 വരി. ഓക്കെ, ഡൺ. അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല, ചെമ്മാനം വാഴണ തുറയറയൻ, അങ്ങേ കടലില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ആഹാ, ആരാണ്? അടിപൊളി, കലക്കി. വേണിച്ചേട്ടാ തുടക്കം തന്നെ ഗംഭീരാക്കി. എന്നാ പിന്നെ ഗംഭീരം ഇരട്ടിയാക്കാൻ നമുക്ക് ഒരാളെ കൂടി വിളിച്ചാലോ? നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ്, നമ്മുടെ സ്വന്തം മഞ്ജരി. தாங்க தரலாங்க சாங்க உள்ளார வந்தா நான் பொல்லாதவீங்க. தட்லாட்டோ தாங்க தரலாங்க சாங்க உள்ளார வந்தா நான் பொல்லாதவீங்க. திமிராம வாங்க வல்வாயிடுவீங்க, முறப்போட நிப்பானா முட்டாம போங்க. எத்த நடந்து வரா கெட்டையெல்லாம் திறந்து வரா, விட்டா வெடிய ஒண்ணு போடுதலால ஸ்லீவ சுருட்டி வரா, பெரடி வரா, முடிய செலுத்தி விட்டா ஏறு உள்ளார. மரணம் ஆசு மரணம் டப்பு தரணும், அதுக்கு அவன்தான் பிறந்து வரணும். 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 പവർ പാക്ക് പെർഫോമൻസ് അല്ലേ? തകർത്തു. ഇതെന്താണ്, രജനി ഫാൻ ആണോ? ரஜினி ஃபேன், எப்பவுமே ரஜினி ஃபேன். അപ്പടിയാ? ആമാ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇപ്പുറത്ത് നിന്നോട്ടെ. എന്താണ്? എനിക്ക് എന്റെ ഈ സൈഡാണ് ഇഷ്ടം. രജനി പാട്ടൊക്കെ ആയിട്ട് വന്നല്ലേ? രജനി സാറിന്റെ എന്തെങ്കിലും ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി? കണ്ണാ ഞാനേ ഇതിനെ കൂട്ടിക്കൊണ്ട് എന്തായാലും നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. അടുത്ത മത്സരാർത്ഥി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. നമ്മുടെ സ്വന്തം ഏരിയ ആണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കടന്നു വരുന്നു നമ്മുടെ സ്വന്തം റിമ.
വർഷശോകമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി ഇരുളിൽ പറന്നു മുറിവേറ്റു പാടുമൊരു പാവം തൂവൽ കിളിയായി നീ ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം പാതിമാഞ്ഞ മഞ്ഞിൽ പതുക്കെ പെയ്തൊഴിഞ്ഞ മഴയിൽ കാറ്റിൽ മിന്നി മായും വിളക്കായി കാത്തു നിൽപ്പതാരേ നിന്റെ മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം നിന്റെ മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം മനസ്സിൽ മെനഞ്ഞ മഴവില്ലും മായ്ക്കുമൊരു പാവം കണ്ണീർ മുകിലായി നീ ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ റിമ ഹൈ ഡേ. ഇന്നലെ കണ്ട ആ ഒരു കോൺഫിഡൻസും ധൈര്യമൊക്കെ ഇന്ന് ഇപ്പോ കുറച്ച് കുറഞ്ഞോ? ഒരു വിരഹ ഗാനായതുകൊണ്ടുള്ള ഒരു വിഷമം. ആ വിഷമാണ് ആ മീറ്റർ പിടിച്ചതാ. മഞ്ജരി എന്താണ് ഇത്രക്ക് വിരഹം വരാനുള്ള ഒരു കാരണം? ഭർത്താവ് ഇവിടെ ഇല്ലാത്തോണ്ടാണോ? ഭർത്താവ് ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്, ഉണ്ട്. അടുത്ത് നിക്കാത്തോണ്ടാണോ ഇനി? അതായിരിക്കാം ചിലപ്പോൾ. കുറച്ചൊരു ആരോഗ്യപരമായിട്ടുള്ള വയ്യായിക ഉണ്ട്. വയ്യായികൊന്നും തോന്നിയില്ല. അത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും കഫക്കെട്ട് ആയിട്ട് ഇടറുന്നുണ്ടായിരുന്നു. ഇടറുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണുള്ള അത് വിഷമം. കൂടുതലും മാനസികമാണ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ പാട്ടിലൊരു സാഡ്നെസ് അല്ലേ, അപ്പൊ ഞാൻ ആ ഒരു ഫീല് പിടിക്കാൻ കുറച്ചൊരു ആ വിരഹം നല്ലപോലെ അത് അതിന്റെ ഭാവമൊക്കെ ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു മാം. ആ വയ്യായിക അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം തോന്നിയത്, നമ്മൾ യൂഷ്വലി ഒരു ആരോ വിരൽ മീട്ടി മനസ്സിൻ ഇതൊക്കെ ഒരു അൺപ്ലഗ്ഡ് സാധനം പാടുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷെ ഇതൊരു സ്ട്രിക്റ്റ് ഒരു റിതമിലേക്ക് പോകുമ്പോൾ ആരോ വിരൽ മീട്ടി അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് അതിന്. അപ്പോൾ എല്ലാ പാടുമ്പോഴും താളം കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഒരു ലാഗ് കഴിഞ്ഞിട്ടാണ് പാടുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു ലാഗ് ഉണ്ട്. യൂഷ്വലി ഇപ്പോൾ ഒരു സിനിമാ പാട്ട് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ആക്ടറോ ആക്ട്രസോ പാടുമ്പോൾ ലാഗ് ചെയ്ത് പാടിയാൽ അവർക്ക് ലിപ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് സ്ട്രിക്റ്റായിട്ട് ആ ഒരു താളത്തിൽ പാടിയാലേ അതതിനനുസരിച്ച് അവർക്കും അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാടുമ്പോൾ. ആരോ, പിന്നെ അതിനകത്ത് ആരോ
വിരൽ മീട്ടി എന്നാണ് പാടിയത്. അത്രയ്ക്കില്ല, വിരൽ നീട്ടി ഇത്രയും നീട്ടണ്ട. ഇത്ര നീട്ടണ്ട ആവശ്യമില്ല. ഓക്കെ. അതൊന്ന് ശ്രദ്ധിക്കണം. എല്ലായിടത്തും എനിക്ക് നീട്ടില്ല തോന്നിയത്. പിന്നെ ഒരു ലാഗും ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു വയ്യാത്തതിന്റെ ഒരു ശ്വാസം പ്രശ്നമാണെന്നുകൊണ്ട് കട്ട് ചെയ്ത് പാടി. പക്ഷെ നല്ലതായിട്ട് അത് പാടി വന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് ലാൻഡ് ചെയ്തു. അതല്ലാതെ വേറെ ഒന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പാടിയിട്ടുണ്ട്. റിമ ദാസേട്ടൻ പാടി ഒരു ലാൻഡ്മാർക്ക് നാഴികക്കല്ല് ആയിട്ടുള്ള പാട്ട്. അത് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുത്തിക്കയറണം. അത് കയറിയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. അത്രേ. വേറെ റിമ സാങ് വെൽ, താങ്ക് യു സർ. ബട്ട് ഉള്ളിലൊരു അസ്വസ്ഥത, അത് കൂടുതലും മാനസികമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഈ പാട്ടിനോട് പൂർണ്ണമായി നീതി പുലർത്തിയ ഒരാളുണ്ട് ഇവിടെ. രാജേഷ് അടികൈ ഫ്ലൂട്ട്. അയ്യോ പ്രമാദം. അസുഖം മാറട്ടെ. ബി കെയർഫുൾ. ഓൾ ദി ബെസ്റ്റ്. പ്രിലിമിനറി റൗണ്ടിലെ 2 പെർഫോമൻസിലും കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലാതൊക്കെ പാടാൻ പറ്റി അല്ലേ? ഇനി നമുക്ക് മുമ്പിലുള്ളത് എന്താണ്? എലിമിനേഷൻ. അത് ഇന്ന് തന്നെ ഉണ്ടാകും. അതെ, അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ ആരാ വന്നിരിക്കുന്നത്? ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അമ്മയും വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഹായ്. തൃശ്ശൂരൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഭാര്യയുടെ പാട്ടൊക്കെ കേട്ടല്ലോ? എൻജോയ് ചെയ്തോ? തീർച്ചയായിട്ടും. ഇപ്പൊ രണ്ടുപേരും നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ നമ്മുടെ കോമ്പറ്റീഷൻ തുടർന്നാലോ? അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? അടുത്ത മത്സരാർത്ഥി വരുന്നത് മഞ്ചേരി നിന്നാണ്. മഞ്ചേരിയിൽ നിന്ന് നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വതി അനൂപ്.
മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിലെ പ്രിലിമിനറി റൗണ്ടിലെ രണ്ടാമത്തെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് പെർഫോമൻസ് ആണ്, ഈ പെർഫോമൻസ് ആണ് കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നത്? രണ്ടും കുഴപ്പമില്ല. യു ആർ റിയലി ഗുഡ് കേട്ടാ, നന്നായി പാടി. കുറച്ചുകൂടി ധൈര്യം വരണം ഇനിയും. എസ്പെഷ്യലി ഗ്രൂപ്പ് ഉണ്ട്, കോറസ് ഉണ്ട്, ഡാൻസേഴ്സ്, ദെൻ വൈ വിയർ. അതുപോലെ അനുപല്ലവിയൻ ചരണം. അതിൽ രണ്ടിടത്ത് വെൻ യു ഗോ ടു ദ ഹൈ സ്കെയിൽസ് അവിടെ ലിറിക്സ് ഒന്ന് മറിഞ്ഞു മാറി മാറി അല്ലേ, അത് പോട്ടെ. അതർവൈസ് ഇറ്റ് വാസ് ഗുഡ്, യു ആർ എ ഗുഡ് സിംഗർ. എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോറസ് ഗ്രൂപ്പ്, ഇറ്റ് ഈസ് സൂപ്പർ. നമ്മുടെ സ്വന്തം സീനിയേഴ്സിന് ഒരു വലിയ കൈ. പിന്നെ ഞങ്ങളും അത്യാവശ്യം നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ മഞ്ജരി, പാട്ട് അസലായിട്ട് പാടി, പക്ഷെ ചമ്മലുള്ളില് വല്ലാത്തൊരു ചമ്മല് അല്ലേ? ആദ്യമായിട്ടാണോ പെർഫോം ചെയ്തൊക്കെ പാട്ട് പാടുന്നത് ഇങ്ങനെ ഒരു സ്റ്റേജില്? ചെറിയ രീതിക്കൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കത് വലിയ രീതിയിൽ ആക്കണം. യെസ്, നന്നായിട്ട് പാടി. ഇടയില് കുറച്ചൊക്കെ മറ്റേ ടെൻഷൻ കാരണം വരികൾ വിഴുങ്ങി. ഒരു അനുപല്ലവിയിലെ വരി തന്നെ ചരണത്തിലും പാടി. പിന്നെ ആദ്യത്തേൽ കുറച്ചൊന്ന് തപ്പി അല്ലേ, തപ്പിത്തടഞ്ഞ് അവസാനം ചെന്ന് വീണു 4 കാലം മേലെ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഇത് താളമൊക്കെ ശ്രദ്ധിക്കുക. ഇടയിൽ ആവേശമൂത്ത് കുറച്ച് സ്പീഡാവാൻ നോക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കയറ് കെട്ടി പിടിച്ച് വലിക്കണം, ഒതുക്കി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ ഡാൻസും പെർഫോമൻസും ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഹാപ്പി ആവാം. ഇനി ഹാപ്പി ആവും. കുറച്ച് പേടി കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാക്കാണ്. അശ്വതിയോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. എന്താണ് അശ്വതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? അത് മഞ്ജരിക്ക് ഇഷ്ടമുള്ള ചോദ്യം. പത്തിരി. എനിക്ക് പണ്ട് കോമ്പറ്റീഷന് പാടുമ്പോഴേ എനിക്ക് കോഴിയുടെ ഫോട്ടോ കാണിച്ചു തരും. കോഴിയുടെ ഫോട്ടോ. എല്ലാത്തൊരു ജീവിതമായിരുന്നല്ലോ മഞ്ജരി ഇതുവരെ ജീവിച്ചത്. ഞാനേ ഈ മഞ്ജുന്റെ ഫേവറേറ്റ് ഫുഡ് പറയട്ടെ. എന്താണ്? ഒരു ദിവസം 10 പ്രാവശ്യം കഴിക്കും. എന്താ അറിയോ? എന്താ? ബ്രെഡ് ഓംലെറ്റ്. ബ്രെഡ് ഓംലെറ്റ് ആണ് മെയിൻ സാധനം. വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ആംപ്ലേറ്റ്. ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരു ദിവസം ഓൾമോസ്റ്റ് ഒരു 6 മുട്ട കഴിക്കും. 6 അല്ലെങ്കിൽ 7, ചിലപ്പോ അത് 8 ആവും. അതെ, രാവിലെ ഉച്ചക്ക് വൈകിട്ട്. ഒരു 50 കോഴിയെ വീട്ടില് കോഴിയെ വളർത്തിയ മുട്ട ഉണ്ടാവില്ല. കോഴിയെ ഞാൻ തിന്നു. ഇതൊക്കെയാണ് മഞ്ജരിയുടെ ഒരു ജീവിത ശൈലി അല്ലേ? ഭയങ്കര ഇഷ്ട. ആരോഗ്യം. പിന്നെ മുടി ഇല്ലാത്തവർക്കായിട്ട്, മുടി വളരാത്തവർക്കായിട്ടുള്ള ഒരു ടിപ്പാണത്. മുട്ട കഴിച്ചാൽ മുടി വളരും. ഉറപ്പാണോ? ഉറപ്പാണ്. ആയാ മതി, ഉള്ള മുടി പോവാതിരുന്നാ മതി. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ശരി, അല്ല അശ്വതി പറഞ്ഞില്ല ഇഷ്ടമുള്ള ഭക്ഷണം. എനിക്ക് ചപ്പാത്തി, ചിക്കൻ കറി. പത്തിരി ഒന്നും ഞാൻ വിചാരിച്ചു അത്രയും ആ സ്ഥലത്തുനിന്ന് വന്നിട്ട് പത്തിരി എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അതാ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ല. എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും നന്നായിട്ട് സ്വന്തമായിട്ട് വിലയിരുത്തുമ്പോൾ നന്നായി പാചകം ചെയ്യുമെന്ന് തോന്നുന്ന ഒരു ഡിഷ് എന്താ? അത് ബിരിയാണി. അപ്പൊ ബിരിയാണി ഇഷ്ടമല്ല? ബിരിയാണി ഇഷ്ടമാണ്. ശരി, അപ്പൊ എന്തായാലും ഇനി എലിമിനേഷൻ ഒക്കെ കഴിഞ്ഞ് അടുത്ത വീക്ക് നമ്മൾ കാണുമ്പോ ബിരിയാണി വരണം. വരുമോ? വരും. ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്ക് തരണം കേട്ടോ. തരും. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അശ്വതി, അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നമ്മുടെ 2 പെർഫോമൻസിലും കഴിഞ്ഞിരിക്കുകയാണ്. നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എലിമിനേഷനിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഞ്ജരി, വേണുചേട്ടാ, ഇപ്പോ നമ്മുടെ മ്യൂസിക്കൽ വോയിസിന്റെ സംഗീതം മാത്രമല്ല നമ്മൾ കേട്ട് ഞെട്ടിക്കൊണ്ടിരിക്കുന്നത്, എക്സ്ട്രാ ടാലന്റുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെളിയിൽ വരുന്നു ലോകവല്ലഭമാർ ആണ്. അപ്പോ ഒരുപാട് കഴിവുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന പലരും നമുക്ക് ഇങ്ങനെ ഒരു വേദിയിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മുടെ അടുത്ത മത്സരാർത്ഥി വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് കടന്നു വരുന്നു നമ്മുടെ സ്വന്തം ദീപ. ഒത്തിരി സ്വപ്നങ്ങൾ ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ഒത്തിരി സ്വപ്നങ്ങൾ ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം. കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാ
ദീപ വന്ന ആളല്ലല്ലോ അല്ലേ? ആളൊക്കെ മാറി മാറി മാറിപ്പോയി. വരുന്നു. മഞ്ചരി ദീപയുടെ അമ്മയാന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട് ദീപ പാടുമ്പോ. അതെ. അമ്മ എന്താ പ്രാർത്ഥിക്കായിരുന്നോ? പ്രാർത്ഥിക്കായിരുന്നു. ആണോ? അതെ. എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? നല്ലോണം പാടണം. പാടും. ഇങ്ങനെ ഒരു മോള് വീട്ടിലേക്ക് വന്നാലും സന്തോഷായിരിക്കും. സന്തോഷമാണ്, സന്തോഷം. ദീപ ഒന്ന് വിളിച്ചോളൂ ജിത്തുനെ. മോനെ മോനെ വാ, എല്ലാരും വാ. മോനെ കുട്ടി വരും. ഹലോ ഹലോ. ഹായ് പറഞ്ഞ എല്ലാരോടും. പേരെന്താ? പേരെന്താ മോന്റെ? പേര് പറഞ്ഞു കൊടുക്ക്. നഹി പറയില്ല. ശ്രേയസ്. ശ്രേയസ് എത്ര വയസ്സായി? 3 വയസ്സാവാറായി. 3 വയസ്സാവാറായി. ദീപ എന്താണ് ദീപയുടെ ഫേവറേറ്റ് ആയിട്ട് എപ്പോഴും ചെയ്യാൻ ആഗ്രഹം? പാട്ട് തന്നെയാണ്. പാട്ട് തന്നെ? പാട്ട് തന്നെയാണ്. പാട്ടല്ലാതെ എന്താണ് ദീപയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുള്ളത്? പഠിക്കണമെന്നുണ്ടായിരുന്നു. ആ പിന്നെ ചിത്രചേച്ചിനെ കാണണം. കാണണം. ഏതൊരു പഠിച്ചു ദീപ? ഞാനിപ്പോ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുക. സൺഡേ ബ്രദർ പാടോ? ചേട്ടൻ പാടും പാടും. അല്ലേ? ചേട്ടൻ, പാടും. എന്റെ ചേട്ടൻ. കേക്കണ്ടേ രണ്ടുപേരെയും? ഉറപ്പായിട്ടും ചേട്ടനും ദീപയുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ അനിയത്തിയും നമ്മുടെ ബ്രദർ അല്ലേ? അതെ, ചേട്ടനും അനിയത്തിയും കൂടി ഒരു ഒരു പാട്ട്, നാല് വരി. ഡ്യുവറ്റ് സോങ്. അതെ. ആ പാടി തൊടിയിലേതു പൊന്നാഞ്ഞിലിമേൽ പുലരി വെയിലൊളി പൂക്കാവടിയാടി തിരുത്തില്ലാൻ തിമില തകിലൊടു പാടി തൊടിയിലേതു പൊന്നാഞ്ഞിലിമേൽ സാവരി പമപാനി പവാസനി പാനി പവാസനി നീരി സാമരി സരി പാനി സനി തപദനി തപമഗരി ഗമാഗരി സരി സരി മരി സ പുലരി വെയിലൊളി പൂക്കാവടിയാടി തിരുത്തില്ലാൻ തിമില തകിലൊടു പാടി വെരി ഗുഡ്. ഞെട്ടിച്ചു അല്ലേ? നല്ല ശബ്ദം. അതെ, നല്ല ശബ്ദം. ഇപ്പൊ ബ്രദറിന്റെയും ടാലന്റ് നമ്മൾ തിരിച്ചറിഞ്ഞു. ബ്രദറിന്റെ പേരെന്തായിരുന്നു? ശരൺദാസ്. 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 നല്ല Okay. സ്റ്റൈലും പേരുകളാണ്. എന്തായാലും ദീപയുടെ പാട്ടിനെ കുറിച്ച് രണ്ടുപേർക്കും എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും സീറ്റിലോട്ട് പൊക്കോളൂ. ഓക്കെ. അപ്പൊ ദീപയിൽ നിന്നും ഇതിനേക്കാൾ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഇനി ഇതുപോലെ ലിറിക്സ് ഒന്നും കൺഫ്യൂഷനായി തെറ്റിക്കാതെ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പാടാം. ഫ്രീ ആയിട്ട് പാടാം അല്ലേ? അതെ, കഴിഞ്ഞതിനേക്കാൾ ഇതിനേക്കാൾ ബെറ്റർ ആവും. നന്നായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വേണു ചേട്ടാ. ദീപ സർ. ദീപ നമ്മുടെ ഒരു എന്താ പറയണേ, ഈ ഡയമണ്ട് ഇല്ലേ, രത്നം. അത് ആക്ച്വലി രക്തം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കാർബൺ. അതിനെ പോളിഷ് ചെയ്ത് ആണ് ആ തിളക്കം വരുന്നത്. അതെ. ഒരാഴ്ച കൂടി കിട്ടിയാൽ പോളിഷ് ചെയ്ത് ഡയമണ്ട് ആക്കും കേട്ടോ. ഓക്കെ സർ. ദീപ എന്തായാലും ഒരാഴ്ച കൂടി നിന്ന ഡയമണ്ട് ആകും എന്നാണ് വേണുചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരാഴ്ചക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കിടയിലുള്ളത് ഒരു എലിമിനേഷൻ ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ ഒന്നും വേണ്ട, കൂളായിട്ടിരുന്നോളൂ കേട്ടോ. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യിൽ നമ്മുടെ മത്സരം ആവേശകരമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ ഇന്ന് ഡിസംബർ 31 നാളെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നു, പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. അപ്പോൾ അതിന്റെ ആഘോഷം നടക്കുന്നുണ്ട്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്, അതിന്റെ ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ചെറിയൊരു ആഘോഷം കൂടി ഇവിടെ നടത്തണം. ഇന്ന് കുറച്ച് സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഉണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിന്റെ പാട്ടുകൾ കേൾക്കാനും നമ്മുടെ കൂടെ എൻജോയ് ചെയ്യാനും ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് വിളിക്കുന്നത് അല്ലേ നല്ലത്? അതാണ് സന്തോഷം. ഇത് ഇവർ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. ആ സിനിമയുടെ പേര് ക്യൂൻ എലിസബത്ത്. യെസ്, വെൽക്കം നരേൻ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. വിഷിംഗ് യു ദ സെയിം. താങ്ക് യു. ഗംഭീര 24 ആവട്ടെ. അതെ, എന്താണ് നമ്മുടെ ഷോയെ പറ്റി പറയാനുള്ളത്? ഇത് കേട്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി, സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒക്കെ വെന്യൂ വരുമ്പോഴാണ് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിലത്തെ ടാലൻസ് ഒക്കെ, അതിന് ആക്ച്വലി ഒരു വെന്യൂ വേണമല്ലോ ഇത് ഷോക്കേസ് ചെയ്യാൻ. അതും ഇങ്ങനെ ഒരു ചാനലിൽ ഇത്രയും വലിയൊരു ഓഡിയൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് ബിഗ്. താങ്ക് യു. വേണുചേട്ടാ, മഞ്ചേരി ദാ ക്യൂൻ എലിസബത്തിന്റെ കിങ് ഇവിടെ എത്തിയിട്ടുണ്ട്.
അതെ ക്വീനാണ് ഇവിടെ ഇല്ലാത്തത്. അതെ. നരേനും മീര ജാസ്മിനും എന്ന് പറഞ്ഞൊരു കോംബോ നമ്മൾ കണ്ടിരിക്കുന്നത് അച്ചുവിന്റെ അമ്മയാണ്. അപ്പൊ അതും പിന്നെ ഇതുപോലെ മിന്നാമിന്നിക്കൂട്ടം അല്ലേ? അച്ചുവിന്റെ അമ്മ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ഒരു വീട്ടമ്മ, അങ്ങനത്തെ ഒരു ഫാമിലി ഓറിയന്റഡ് ഒരു മൂവിയാണ്. അപ്പം ആ സമയത്തുള്ള എല്ലാവരുടെയും ഒരു ക്രഷ്, എല്ലാവരുടെയും ഒരു ഹരമായിരുന്നു നരേൻ. ഒരു വലിയ സന്തോഷം ആ കോമ്പിനേഷൻ വീണ്ടും ക്വീൻ എലിസബത്തിൽ ഇവിടെ അതിങ്ങനെ എല്ലാവരുടെയും ഫേവറേറ്റ് കോമ്പിനേഷനാണ് വരുന്നത്. സോ എന്തുകൊണ്ടും എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ കാത്തിരിക്കുന്നു. അവരെല്ലാവരും ഈ പടം കാണും ഫോർ ഷുവർ. താങ്ക് യു സന്തോഷ്. ചേട്ടാ ഹായ് നരേൻ, Hi. സോ ഹാപ്പി ടു സീ യു ഹിയർ. ഈ ഒരു 2024 let it be good, great for you. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. പുറകിലിരിക്കുന്നവര് നമ്മുടെ ആദ്യ 2 ചാപ്റ്ററിലെ കണ്ടസ്റ്റൻസ് ആയിരുന്നു, നമ്മുടെ സീനിയേഴ്സ് ആണ്. ഓ ശരി. അപ്പൊ ജൂനിയേഴ്സിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കഴിഞ്ഞവരാണോ ഇരിക്കുന്നത്? കഴിഞ്ഞവരാ. അവർക്ക് ഇപ്പൊ ടെൻഷൻ ഇല്ല, എലിമിനേഷൻ ഇല്ല. സാറിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. സാറിനെ കണ്ടപ്പോ തന്നെ ക്ലാസ്മേറ്റ്സ് ആണ് നമുക്ക് ഓർമ്മ വന്ന ഫിലിം. അപ്പൊ അതിലെ എന്റെ കൽബിലെ എന്ന് പറയുന്ന സോങ് ഒരു 2 വരി ഒന്ന് പാടാൻ പറ്റുമോ? എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരൻ മുല്ല മുട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. ശരി, അപ്പൊ എന്തായാലും ചേട്ടാ ഇവിടെ തന്നെ കാണണം. ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിന്റെയും പ്രോത്സാഹനത്തിനായിട്ട് ഇവിടെ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 മത്സരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. മലപ്പുറത്ത് നിന്നാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ജ്യോതിഷ സുർജിത്ത്. കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. കോമലേ ജീവനിൽ ആമൃതികാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നീലാവിൻ
കിനാവിലെ മുത്തായി നീ വന്നു ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നീലാവിൻ മുത്തേ നീ വന്നു. അപ്പൊ എന്തായാലും ജ്യോതിഷ നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് പാടി പാടിയോ? കുഴപ്പമില്ലാണ്ട്. ഏയ് ജ്യോതിഷ, ഹലോ സാർ. എങ്ങനെയുണ്ട് പാട്ട്? സാറിന്റെ മുന്നിൽ പാടാൻ പറ്റിയത് അതന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഞാൻ. ഇനിയിപ്പോ ഈ പാട്ടിന് മിസ്റ്റേക്ക് വരുമോ അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. സാറിന്റെ മുന്നിൽ ഈ പാട്ടൊന്നും എനിക്ക് പാടാൻ കഴിഞ്ഞല്ലോ, അതന്നെ ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു. അപ്പൊ ഞാൻ മിസ്റ്റേക്സ് ഇനി പറയാം, പറഞ്ഞു തരട്ടെ. പറഞ്ഞോളൂ സാർ. ഈ പാട്ടിൻ്റെ ഒരു മുഖമുദ്ര ആർദ്രത. ഇത് അങ്ങനെ അങ്ങ് ഒരു നമ്മൾ പാടിപ്പോകുന്ന ഒരു പാട്ടല്ല. അതിനൊരു സ്വീറ്റ്നെസ്, ഒരു സോഫ്റ്റ്നെസ് എല്ലാം ഉണ്ട്. ആദ്യം ഇതിൽ ഇറ്റ് വാസ് മിസ്സിങ്. പിന്നെ ലിറിക്സ് പലയിടത്തും സ്വർഗം മണ്ണിലുണരുന്നു അല്ല, മുത്തായി നീ വന്നു, മുത്തേ അല്ല. ഇങ്ങനെയൊക്കെ ചെറിയ ചില വ്യതിചലനം ഉണ്ടായി. അത് വിട്ട് കഴിഞ്ഞാൽ യു ആർ ഫൈൻ കേട്ടോ. എന്താ പറയാ, വേണുചേട്ടൻ ഓൾറെഡി എല്ലാം പറഞ്ഞു. അതായത് പാടിയ ആളുടെ അടുത്ത് നിന്ന് എല്ലാം കേട്ട് കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും നന്നാവട്ടെ, അത്രേ പറയാൻ പറ്റും. അതെ ജ്യോതിഷ, പ്രിലിമിനറി റൗണ്ടിലെ 2 പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത റൗണ്ടിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കടമ്പയുണ്ട്, എലിമിനേഷൻ. അപ്പോ ജ്യോതിഷ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ശരി, എന്തായാലും നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വിളിച്ചാലോ? വിളിക്കൂ. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഓ റിയലി? മഞ്ചേരിയുടെ പ്രിയപ്പെട്ട നാട്ടിൽ, മഞ്ചേരിയുടെ അല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം മേഘ്ന. കരുകനാമ്പും കവിതമൂളും ഹരിതഭൂവിൻ മൃദുലഗാനം ചിരിച്ചു പാടും കല്ലോലിനി ഈ പൂവനം മനോഹരം വരൂ തെല്ലുനീർ. കരുകനാമ്പും കവിതമൂളും ഹരിതഭൂവിൻ മൃദുലഗാനം തേടി
എങ്ങനെയാ എങ്ങനെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമോ? ശരി, ഓക്കെ. അപ്പൊ എന്തായാലും മേഘന പാടിയ പാട്ടിനെ കുറിച്ച് നമുക്ക് വേണു ചേട്ടാ പറഞ്ഞോളൂ. ഹായ് മേഘന, ജസ്റ്റിസ് നീതി പാട്ടിനോട് ചെയ്തു കേട്ടോ. എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം, ഒന്നുകൂടി ഒന്ന് ഇളകി ആടാം, ഒന്ന് ലൂസ് ഫ്രീ ആവാം, അത്രേ ഉള്ളൂ കേട്ടോ. ശരി മഞ്ജരി, എന്നാ പറയാ അപ്പൊ അസലായിട്ട് പാടിനെ. താങ്ക് യു. എനിക്ക് വയ്യ. എന്തെല്ലാം വിശേഷം? പിന്നെ സുഖം തന്നെ. എല്ലാരും കേട്ടോ പാട്ട്? കേട്ട്. എന്ത് പറഞ്ഞു? നല്ലതെന്ന് പറഞ്ഞു. നല്ലതാന്ന് പറഞ്ഞു. നന്നായിട്ട് പാടേ, ഇതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേൾക്കുമ്പോ. അതെ അറിയായിരുന്നു. നന്നായി. ശരിക്കും അതാണ് ആവശ്യം, നമുക്കൊരു കോൺഫിഡൻസ്. ഇവിടെ പലർക്കും ഇല്ലാതെ പോയത്, ഇവിടെ ഒരാൾക്ക് ഉള്ളതും കോൺഫിഡൻസ്. അപ്പൊ ഇതങ്ങോട്ട് മുന്നോട്ട് അങ്ങനെ പോട്ടെ. എന്തുകൊണ്ടും നല്ലൊരു രസം ഉണ്ടായിരുന്നു, നന്നായി പാടി. മേഘന, വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഏട്ടന്റെ അച്ഛനും അമ്മയും. എല്ലാരും ഇവിടെ ഉണ്ട്. പിന്നെ അമ്മാമിയുണ്ട്. അമ്മാമിയുണ്ട്. എല്ലാരും എത്തിയിട്ടുണ്ട്, ഫുൾ ഫാമിലി എത്തിയിട്ടുണ്ട് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ പ്രിലിമിനറി റൗണ്ടിലെ 2 റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടാലോ? കാണാം. സുഖല്ലേ മേഘന? ഈ മ്യൂസിക്കൽ വൈഫ് എന്നൊരു പ്രോഗ്രാം നീ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, വളരെയധികം സന്തോഷം. നമ്മുടെ കല്യാണം കഴിഞ്ഞ് അത്രേ ആയിട്ടുള്ളൂ. ഞാൻ നിൻ്റെ കൂടെ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, ആഗ്രഹിച്ചാണ്. പക്ഷേ ഇന്ന് ചില ഒഫീഷ്യൽ തിരക്കൊണ്ടാണ് വരാൻ പറ്റാത്തത്. ഏതായാലും നന്നായി പെർഫോം ചെയ്യും, നിന്റെ 100% പെർഫോമൻസ് കൊണ്ടുവരും കേട്ടോ. നന്നായി ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. ലവ് യു. ഇന്നലെ കണ്ണേട്ടനെ നീട്ടി വിളിച്ചില്ലേ? അവർക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും കണ്ണേട്ട ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ലാസ്റ്റിൽ ഒരു ലവ് യു പറഞ്ഞു. എപ്പോഴും സ്ഥിരമാണോ? ഇടക്ക്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ചില്ലായിട്ടിരുന്നോളൂ. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 മത്സരം ഇങ്ങനെ പൊടിപൊടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണുചേട്ടാ, മഞ്ജരി, എന്തായാലും ക്വീൻ എലിസബത്തിലെ കിങ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമയുടെ അമരക്കാരനെ വിളിക്കണ്ടേ? വേണ്ടേ? തീർച്ചയായിട്ടും. ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പപ്പേട്ടൻ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട എം പത്മകുമാർ. പപ്പേട്ട, അപ്പോ ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ പപ്പേട്ടനെ ഇങ്ങനെ നേരിട്ട് അടുത്ത് കാണാൻ സാധിച്ചതിൽ. ഒരുപാട് നല്ല സിനിമകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച് ഇപ്പതാ ക്വീൻ എലിസബത്ത് ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ സിനിമയുടെ വിശേഷങ്ങൾ? പുതിയ സിനിമ ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്തു. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന, എല്ലാ ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല റൊമാൻറ്റിക് കോമഡി. മലയാളത്തിലെ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു താരജോഡികളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാവരും അത് നന്നായി എൻജോയ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. ഹാപ്പി. ഇവിടെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 നമ്മുടെ കല്യാണം കഴിഞ്ഞ നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഭയങ്കര രസമുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് ഇതുപോലെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് അവരുടെ പ്രതിഭ വീട്ടിനകത്ത് അടച്ചിടേണ്ടി വന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അവരെ കുറച്ച് പേരെങ്കിലും പുറത്തു കൊണ്ടുവരാൻ കഴിയുക, അവരുടെ പ്രതിഭ പുറത്തു കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുന്ന ഒരു വലിയ വലിയ കാര്യമാണ്. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സോ മച്ച്. എന്തായാലും പപ്പേട്ടന്റെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ 3 തുടക്കത്തിൽ തന്നെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മഞ്ജരി, നമ്മുടെ സ്വന്തം പപ്പേട്ട. എത്ര പടങ്ങൾ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് പടങ്ങള്. സർ, ഇവിടെ വന്നതില് ഞങ്ങളാണ് ശരിക്കും ഹാപ്പി. അപ്പം ഞങ്ങളുടെ ഈ ന്യൂ ഇയർ വളരെ ഹാപ്പിയായി. ഹാപ്പി ന്യൂ ഇയർ ആയി ശരിക്കും. ഹാപ്പി ന്യൂ ഇയർ ആയി. ഞങ്ങളെ സംബന്ധിച്ചും ഈ സിനിമ റിലീസായത് ഈ 29th ന്യൂ ഇയർ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു. നമ്മൾ വളരെ ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഈ ഒരു കോമ്പിനേഷൻ തിരിച്ച് ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ ഹാവിങ് അവർ കിങ് ആൻഡ് ക്വീൻ. സോ ഹാപ്പി പത്മകുമാർ. അപ്പോൾ വീണ്ടും വേറൊരു ഹിറ്റ് ചിത്രം കൂടി അങ്ങയുടെ കിരീടത്തിൽ ഒരു തൂവലായിട്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അതൊരു ന്യൂ ഇയർ ഒരു സമ്മാനം. അതെ. അപ്പൊ എന്തായാലും പപ്പേട്ട ഒരുപാട് സന്തോഷം. എന്തായാലും ക്വീൻ എലിസബത്ത് വിജയകരമായി തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ആ വിജയഗാഥ തുടരട്ടെ. മ്യൂസിക്കൽ വൈഫിന്റെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇവിടെ കാണുമല്ലോ. എന്തായാലും നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിന്റെ പ്രകടനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമ്മുടെ അടുത്ത മത്സരാർത്ഥി വരുന്നത് അങ്ങ് തലസ്ഥാനത്ത് നിന്നാണ്, ട്രിവാൻഡ്രത്ത് നിന്നാണ് നമ്മുടെ മത്സരാർത്ഥി വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ധന്യ. അവിടുന്നിൻ ഗാനം കേൾക്കാം, ചെവിയോർത്തിട്ടരികിൽ
വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം. വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ. ഏതോ കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ. ഏതോ കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ. എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ. എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ. അനുരാഗഗാനമായ അവിവേകി പെണ്ണാകും ഞാൻ. അനുരാഗഗാനമായ അവിവേകി പെണ്ണാകും ഞാൻ. കഥനഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ. കഥനഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ. വിരുന്നുകാർ പോകും മുൻപേ വിരഹഗാനമിങ്ങനെ പാടും. വിരുന്നുകാർ പോകും മുൻപേ വിരഹഗാനമിങ്ങനെ പാടും. കളിച്ചിരിയുടെ പാട്ടായാലോ കളിമാറ പെണ്ണാകും ഞാൻ. കളിച്ചിരിയുടെ പാട്ടായാലോ കളിമാറ പെണ്ണാകും ഞാൻ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം. വെളിയിൽ വരാനെന്തൊരു നാണം. ധന്യ നന്നായി ചേട്ടാ. പാടിയോ? കുഴപ്പമില്ലാന്ന് തോന്നി. ഇന്നലത്തെ പെർഫോമൻസ് ആണോ ഈ പെർഫോമൻസ് ആണോ കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റിയത്? ഇതാണ്. ഓക്കെ, പെർഫോമൻസ് റൗണ്ടിനേക്കാളും ഈ റൗണ്ടാണ് കുറച്ചൊരു ബെറ്റർ ആയത് അല്ലേ? നമുക്ക് ഇന്ന് ചോദിക്കാം. എല്ലാരും ഏകദേശം ഡെയിനിന് മാച്ചിങ് ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് കളർ. ഞാൻ ഇവർക്ക് മാച്ചിങ് ആയിട്ടാണ് വന്നത്. ഓ അങ്ങനെ. അങ്ങനെ. ശരി മഞ്ജരി, ധന്യയുടെ പാട്ടിനെ കുറിച്ച്. ധന്യ ചേച്ചി മിടുക്കിയായിട്ട് പാടി. താങ്ക് യു. ഇഷ്ടാണോ ഈ പാട്ട്? എന്റെ ഫേവറേറ്റ് സോങ്. ഫേവറേറ്റ് സോങ് ഒത്തിരി ഇഷ്ടം. ഒരുപാട് ആസ്വദിച്ച് പാടുന്ന കേട്ടപ്പോഴേ മനസ്സിലായി ഫേവറേറ്റ് സോങ് ആണ്. അതെ അതെ. ഇനിയിപ്പോ നമ്മൾ കുറച്ചുകൂടി അടുത്ത റൗണ്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നത് കൊണ്ട് ഇതിനകത്ത് ജാനകിയമ്മയുടെ ചെറിയ 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 ന്യൂആൻസസ് ഉണ്ട് ഈ പാട്ടിനകത്ത്. ഇപ്പൊ പാടിയപ്പം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടാണ് അത് പാടിയത്. കേൾക്കാൻ രസമുണ്ടായത്, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ജാനകിയമ്മ ഇതിനകത്ത് കുറെ ചെറിയ 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 സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കേട്ട്
അതുപോലെ പാടാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ആ സംഗതികൾ കൂടെ കൊണ്ടുവന്നാൽ അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ. അതല്ലാതെ നല്ല സ്വീറ്റ് ആൻഡ് സിമ്പിൾ, ഇതാണ് സ്വീറ്റ് ആൻഡ് സിമ്പിൾ, സിമ്പിൾ ആയിട്ട് പാടും. ചേട്ടാ അത് തന്നെയാ ഇത് ബാബുരാജ് ജാനകി മാജിക് അല്ല. എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു മാജിക്ക് ഒരിക്കലും വേറൊരാൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അതുപോലെ പറ്റില്ല. ബട്ട് ധന്യ ദി എഫേർട്ട് യു ഹാവ് ടേക്കൺ, അത് ഒരു വലിയ കൈയടി. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ എന്തായാലും രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രിലിമിനറി റൗണ്ടിലെ 2 പെർഫോമൻസിലും കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടിൽ നിന്ന് അച്ഛൻ മാത്രമേ വന്നിട്ടുള്ളൂ. അച്ഛൻ വന്നിട്ടുണ്ട്. എന്നാ അച്ഛനെ ഈ വേദിയിലോട്ടൊന്ന് ക്ഷണിച്ചാലോ? ധന്യയുടെ പപ്പ ഇവിടെ വന്നിട്ടുണ്ട്. മോളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ശരി, പപ്പ എന്ത് ചെയ്യുന്നേ? വെറുതെ ഇരിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. ഈ പ്രിലിമിനറി റൗണ്ടിലെ 2 പെർഫോമൻസിലും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി മുമ്പിലുള്ളത് എലിമിനേഷൻ. ഡോണ്ട് വെറി, ചില്ലായിട്ടിരിക്കുക കേട്ടോ. പപ്പ നല്ലോണം പ്രാർത്ഥിച്ചോളൂ. അതെ, പപ്പ കൂടെ സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട് അല്ലേ പപ്പ? ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.